കളിയും രാഷ്ട്രീയവും വേറെ വേറെയാ. കളിയെ കളിയായി കാണണം. ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മനുഷ്യർ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുക. ആ കളിയെ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലുള്ള ചർച്ചകൾ പോകുന്നത് നല്ലതല്ല. പാകിസ്ഥാനോട് നമുക്ക് നയപരമായ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കേണ്ട രീതിയിൽ തീർക്കണം. പാകിസ്ഥാൻ നമ്മുടെ ആളുകളെ ഓർമ്മയുണ്ടാവും. നമ്മുടെ നാട്ടിലെ സാധാരണ പൗരന്മാരെ അവരുടെ കൊണ്ടുവന്നിരിക്കുന്ന രാജ്യത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ വെടിവെച്ച് കൊണ്ടൊരു സംഭവം. ആ സംഭവം നമ്മുടെ നാട്ടിലെ മനസ്സിൽ നിന്നും ആയില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ കളിക്കണം. അങ്ങനെ കളിക്കാറ് പതിവ്. ലോകത്തിലെ എല്ലാ കളികളിലും അങ്ങനെയാണ്. പ്രതിഷേധിക്കാൻ ഗ്രൗണ്ടിൽ വെച്ച് പരസ്പരം ഒരുമിച്ച് കളിക്കും. കളിച്ചു കഴിഞ്ഞാൽ പിന്നെയും പ്രതിഷേധം ഉണ്ടാവും. പക്ഷെ പ്രതിഷേധിക്കുന്ന കളിക്കാർ തമ്മിലല്ല, ജനങ്ങൾ തമ്മിലല്ല. അത് പ്രതിഷേധത്തിന്റെ രീതിയിലായിരിക്കണം. അതുകൊണ്ട് ഈ കളി തടസ്സപ്പെടുത്താനുള്ള തീരുമാനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, ഇപ്പോൾ ഈ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും ആകർഷകമായ മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പനയും കുറയുന്നത്, അത് ഈ ഒരു ക്രിക്കറ്റ് എന്നൊരു മത്സരത്തിനുപരി ഒരു ബിസിനസ്, അതിലൊക്കെ വലിയൊരു ക്ഷീണം തന്നെയല്ലേ വരുത്തുക? കാരണം സാർ സൂചിപ്പിച്ചപ്പോൾ തന്നെ രാഷ്ട്രീയവും അല്ലെങ്കിൽ മറ്റേത് അന്തരീക്ഷവും അല്ലെങ്കിൽ ഇത്തരത്തിൽ മത്സരവുമായി കൂട്ടിക്കലർന്ന് വായിക്കുന്നതിലപ്പുറം ആളുകൾ ഇതൊരു പൊതുവികാരമായി എടുക്കുന്നതാണ് കാണുന്നത്. പല തെരുവുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറി തുടങ്ങി. അതൊക്കെ വലിയ തരത്തിൽ തന്നെയാണ് മോശമായി ഈ ഒരു മത്സരത്തെ ബാധിച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമാണ്. ഈ ഒരു ടൂർണമെന്റ് അത്ര എളുപ്പത്തിൽ ഇന്ത്യക്ക് കൈവിടാവുന്ന ഒരു കാര്യമല്ലല്ലോ. കാരണം അത് പ്രതികൂലമായി മറ്റു ടൂർണമെന്റുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനും ഈ ഒരു ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കില്ലേ? അല്ല, അങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ തലത്തിലേക്ക് നമ്മുടെ നാട് പോയാൽ അത് നല്ലതല്ല. നമുക്ക് കളിയെ കളിയായി കാണാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്നും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ലോക ചരിത്രത്തിൽ തന്നെ ഇതുപോലെ പല സംഭവങ്ങൾ ഉണ്ടായിരുന്നു. യുദ്ധം നിർത്തിവെച്ചിട്ട് രണ്ട് രാജ്യങ്ങളും ചേർന്ന് കളി കാണാൻ വേണ്ടി ഒരുമിച്ച് പോയിട്ടുണ്ട്. അതിനുശേഷം യുദ്ധം ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ മാതിരി കാര്യങ്ങൾ വേണ്ട രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. പ്രതിഷേധിക്കാം, അവിടെയും പ്രതിഷേധിക്കാം, ഗ്രൗണ്ടിന്റെ പുറത്തും പ്രതിഷേധിക്കാം. എന്നാൽ പ്രതിഷേധിക്കുന്ന കളിക്കാർ നേരെയാവരുത്, കളിയെ തടസ്സപ്പെടുന്ന രീതിയിലായത്. അതുകൊണ്ട് കളിയായി പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിലൊരു മാറ്റവുമില്ല. നമ്മൾ കളി കാണാൻ പോവാന്ന്. ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ കളി വളരെ ആവേശകരമായ കളിയായി ഏഷ്യ കപ്പ്. അതിന് നമ്മൾ എന്ത് ജയിക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ആ ജയിക്കാൻ പറ്റിയ ഒരു നല്ല ടീമും നമുക്കുണ്ട്. അങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകും നല്ലതല്ല എന്ന് കൂടി അറിയിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.